ശത്രുവിനെ കാണാതെ തന്നെ തകർത്ത് തരിപ്പണമാക്കും. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ വരെ ആക്രമണം നടത്താനുള്ള ശേഷി. ചൈനയുടെ പുതിയ ഹൈപ്പർസോണിക് ആയുധം ഇപ്പോൾ അമേരിക്കയ്ക്ക് വൻ ഭീഷണിയായി മാറുകയാണോ? ആകാശത്ത് ശത്രു വിമാനം നേരിട്ട് കണ്ടെത്തേണ്ടതില്ല, ശത്രുവിന്റെ വ്യോമ അതിർത്തിക്ക് അടുത്തുപോലും എത്തേണ്ടതില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ തന്നെ നിന്നുകൊണ്ട് അവിടെ നിർണായക സൈനിക വിമാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യ ചൈന വികസിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യോമ ടാങ്കുകൾ, അതുപോലെ അതായത് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ, കമാൻഡ് വിമാനങ്ങൾ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെയാണ് പുതിയ സാങ്കേതിക വിദ്യ പ്രധാനമായും ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത്. മാത്രമല്ല, ബ്ലൂംബർഗ് ആണ് ഈ വിഷയത്തിൽ നേരിട്ടുള്ള വ്യക്തമായ ഒരു വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെ എയർ ടു എയർ ആക്രമണ ശേഷിയുമായി സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ചൈന വികസിപ്പിക്കുന്നത്. നിലവിലെ എയർ ടു എയർ മിസൈൽ സാധാരണയായി തന്നെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച് താരതമ്യേന പരിമിതമായ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെയാണ് പിന്തുടരുന്നത്. എന്നാൽ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പുതിയ സംവിധാനങ്ങൾക്ക് കൂടുതൽ ദൂരത്തേക്ക് അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യത്തെ ആക്രമിക്കാനുള്ള ശേഷി കൈവരിക്കാനാകുമെന്നതാണ് ഇവിടെ കരുതപ്പെടുന്നത്. ഇവിടെയാണ് ഈ ആയുധത്തിന്റെ യഥാർത്ഥ തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ളത്. ശത്രുവിന്റെ മുൻനിര യുദ്ധവിമാനങ്ങളെ മാത്രം നേരിടുന്നതിന് പകരം തന്നെ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പിന്തുണാ സംവിധാനങ്ങളെയാണ് ഇത് കൂടുതലായി തന്നെ ലക്ഷ്യമിടുന്നത്. വ്യോമ ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂര ദൗത്യങ്ങൾ നടത്താൻ ആവശ്യമായ ഇന്ധനം നൽകുന്നു. എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ ശത്രുവിന്റെ നീക്കങ്ങൾ കണ്ടെത്തുകയും സ്വന്തം യുദ്ധവിമാനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. കമാൻഡ് വിമാനങ്ങൾ വലിയ സൈനിക നീക്കങ്ങളുടെ ഏകോപനത്തിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ദൂരെ ഇരുന്നു കൊണ്ട് തകർക്കാൻ കഴിഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തെ മാത്രം രക്ഷപ്പെടുത്തുന്നതിന് അപ്പുറം തന്നെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വ്യോമ യുദ്ധ ശൃംഖലയെയും ഇത് സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നതാണ്. ചൈനയുടെ DF-17 സംവിധാനവുമായി ബന്ധപ്പെട്ട ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനത്തിന് ഏകദേശം 1500 മൈൽ, അതായത് 2400 കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ട്. അതേസമയം DF-27 പോലുള്ള കൂടുതൽ ദീർഘദൂര സംവിധാനങ്ങൾക്ക് ഏകദേശം 5000 മൈൽ വരെ പരിധി ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരം ദൂരപരിധിയാണ് അമേരിക്കൻ സൈനിക ആസൂത്രകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പസഫിക് മേഖലയിൽ അമേരിക്ക വിന്യസിപ്പിച്ചിരിക്കുന്ന സൈനിക കേന്ദ്രങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ചൈനീസ് ദീർഘദൂര മിസൈലുകളുടെ ശേഷിയുടെ പരിധിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇതോടുകൂടി തന്നെ ഉയരുന്നത്. പ്രത്യേകിച്ച് ചൈന അമേരിക്ക സംഘർഷം ഉണ്ടായാൽ അമേരിക്കയുടെ മുൻനിര യുദ്ധവിമാനങ്ങളെക്കാൾ മുൻപ് അവയ്ക്ക് ഇന്ധനം നൽകുന്ന ടാങ്കുകളെയും വിവരങ്ങൾ നൽകുന്ന നിരീക്ഷണ വിമാനങ്ങളെയും ലക്ഷ്യമിടാൻ ചൈനയ്ക്ക് കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ കണക്കുകൂട്ടലുകൾ തന്നെ മാറി മറിഞ്ഞേക്കാം. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സഞ്ചരിക്കുന്ന ഒരു ചില വിമാനത്തെ കൃത്യമായി തന്നെ ആക്രമിക്കുക അത് അത്ര എളുപ്പമല്ല. ലക്ഷ്യം എവിടെയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിന്റെ വേഗത, ദിശ, ഉയരം എന്നിവ എല്ലാം തന്നെ തുടർച്ചയായി നിരീക്ഷിക്കണം. ഈ വിവരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കമാൻഡ് സംവിധാനങ്ങളിലേക്കും അവിടെ നിന്ന് ആയുധ കടത്തിലേക്കും കൃത്യമായി കൈമാറണം. സൈനിക ഭാഷയിൽ കിൽ ചെയിൻ എന്ന് വിളിക്കുന്ന ഈ ഒരു മുഴുവൻ സംവിധാനത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ പിഴവുണ്ടായാൽ ആക്രമണം പരാജയപ്പെട്ടേക്കാം. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വിമാനങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ സഞ്ചാരപാതയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെ ഒരു സ്ഥിരമായ പാത പിന്തുടരുന്നതിന് പകരമായി അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് തന്നെ ആ ഒരു ഭാഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയും ദിശയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാനുള്ള ശേഷിയാണ് ഇത്തരം സംവിധാനങ്ങളെ കൂടുതൽ വെല്ലുവിളിയാക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചൈനയുടെ മിസൈൽ ശേഖരവും അതിവേഗം വികസിപ്പിക്കുകയാണ്. പെന്റഗൺ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 2024 തന്നെ ചൈനയ്ക്ക് 3150-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഏകദേശം 300 അതായത് കരയിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന ക്രൂയിസ് മിസൈലുകളും ഉണ്ടായിരിക്കുന്നു എന്നതാണ് കണക്ക്. അതേസമയം ഈ ആയുധ മത്സരത്തിൽ അമേരിക്കയും ഒട്ടും പിന്നിലല്ല. അമേരിക്ക ആകട്ടെ ദീർഘദൂര എയർ ടു എയർ മിസൈൽ ശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ AIM-7 അതായത് 174B AIM-260 പോലുള്ള സംവിധാനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. യൂറോപ്പിന്റെ മേറ്റോർ പോലുള്ള ദീർഘദൂര മിസൈലുകളും ഈ മാറുന്ന യുദ്ധവിമാനത്തിന്റെ ഭാഗമാണ്.
അതായത് ചൈന മാത്രം ആയുധം വികസിപ്പിക്കുന്നില്ല. അടുത്ത തലമുറ യുദ്ധവിമാനത്തിനായി തന്നെ ചൈനയും അമേരിക്കയും പരസ്പരം ദൂരപരിധിയിലും വേഗതയിലും കൃത്യതയിലും മുന്നിലെത്താനുള്ള മത്സരമാണ് നടത്തുന്നത്. എന്നാൽ ഈ ആയുധ മത്സരത്തിനൊപ്പം തന്നെ മറ്റൊരു അപകടവും ഉയരുന്നുണ്ട്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ അതായത് ഇത്തരത്തിൽ ഈ വിക്ഷേപണങ്ങളെ ചില സാഹചര്യങ്ങളിൽ ആണവ ആക്രമണമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൈനയും അമേരിക്കയും പോലുള്ള ആണവ ശക്തികളിൽ തമ്മിലുള്ള സംഘർഷത്തിൽ ഇത്തരം തെറ്റായ വിലയിരുത്തലുകൾ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകാൻ ഇടയുണ്ട്. അതിനാൽ തന്നെ ചൈനയുടെ പുതിയ ഹൈപ്പർസോണിക് നീക്കം മറ്റൊരു മിസൈൽ വികസനം അല്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.